ഈ ഖുർആൻ മനഃപ്പാഠമാക്കിയിരിക്കുന്ന ആളുകൾ പലരും കൊല്ലപ്പെടാൻ തുടങ്ങി. അങ്ങനെ കൊല്ലപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതൊരു പുസ്തക രൂപത്തിലാക്കണമെന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നത്. അങ്ങനെ പുസ്തക രൂപത്തിലാക്കി. അത് അബൂബക്കർ എന്ന് പറയുന്ന ഒന്നാമത്തെ ഖലീഫയുടെ കാലത്താണ് ഇത് പുസ്തക രൂപത്തിലാക്കുന്നത്. അദ്ദേഹം മുഹമ്മദ് അമ്മായപ്പനാണ്. പക്ഷെ അദ്ദേഹം മാത്രമല്ല, വേറെ പലരും ഇതാ സമയത്ത് പുസ്തക രൂപത്തിലാക്കാൻ നോക്കിയിട്ടുണ്ട്. ഉമർ പുസ്തക രൂപത്തിലാക്കാൻ നോക്കിയതായിട്ട് ഹദീസുണ്ട്. അലി എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ മരുമകനാണ്, അദ്ദേഹം പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. വേറെ ഇബ്നു അബ്ബാസ്, അങ്ങനെ പല സ്വഹാബിമാരും ഇതൊക്കെ പുസ്തക രൂപത്തിലാക്കി. എന്താണ് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അവരുടെ ഹൃദയത്തിലുള്ളത് മറ്റുള്ളവരിൽ നിന്ന് കേട്ടതൊക്കെ കൂടി ശേഖരിച്ച് പുസ്തക രൂപത്തിലാക്കിയപ്പോൾ പലരുടെ കയ്യിലും പലതരം ഖുർആനാണ്. ഇവൻ്റെ കയ്യിലുള്ള വാക്യ ആയത്തുകൾ അവൻ്റെ കയ്യിലില്ല, അവൻ്റെ കയ്യിലെ ഖുർആനിലില്ല, അത് അടുത്തവൻ്റെയിലില്ല. പലരുടെ കയ്യിലും പലവിധ ഖുർആൻ. അപ്പോൾ എന്തുണ്ടായി? പ്രശ്നമായി. ഈ ഓരോ ആളുകളും അവരുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് തങ്ങളുടെ കയ്യിലുള്ള ഖുർആനാണ്. ഇതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നത്.